നടപ്പാക്കുന്നതിനായി മാർഗരേഖ തയ്യാറാക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനമാണ് ആദ്യമായി ആ മാർഗരേഖ തയ്യാറാക്കി ഇവിടെ ഇപ്പോൾ അത് പ്രകാശനം ചെയ്ത് വരികയുണ്ടായി. തീർച്ചയായും രാജ്യത്തിന്റെ ചരിത്രത്തിൽ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ കാര്യങ്ങളിൽ കൊച്ചു കേരളം മുൻപേ നടക്കുന്നു. ആ മാതൃക ഇപ്പോഴും ഇക്കാര്യത്തിൽ നാം പിന്തുടർന്നു എന്ന് തീർച്ചയായും നമുക്ക് കരുതാൻ, നമുക്കതിലേറെ അഭിമാനിക്കാം. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു കമ്പോളാധിഷ്ഠിത സമ്പദ്ഘടനയിലാണ് ലോകം മുന്നോട്ട് പോകുന്നത്. അതിന് വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കാൻ നിരവധി രാജ്യങ്ങൾ ഇണങ്ങി പരിശ്രമിക്കുകയും വിജയം വരിക്കുകയും ചെയ്യുന്ന കാഴ്ചയിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കമ്പോളങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും കുറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് വിപണന രംഗത്ത് അത് ഉൽപ്പന്നങ്ങളാണെങ്കിലും സേവനങ്ങളാണെങ്കിലും പുതിയ ചില സമീപനങ്ങളും പുതിയ ചില സമ്പ്രദായങ്ങളും ഒക്കെ കടന്നു വരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള ഏത് ഉൽപ്പന്നങ്ങളാണെങ്കിലും ഇന്ന് വീട്ടുപടിക്കലെത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഴയതുപോലെ കമ്പോളത്തിലേക്ക് നാം പോകേണ്ടതില്ല. നമ്മളെ തേടി ഉൽപ്പന്നങ്ങൾ കടന്നു വരുന്നു. ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ പ്രാധാന്യവും പ്രത്യേകതയുമെല്ലാം കഴിഞ്ഞ കുറെ നാളുകളായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ ആ വഴിക്കാണോ പോകുന്നത് എന്ന് പലപ്പോഴും നാം സംശയിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ് മൾട്ടി മാർക്കറ്റിംഗ് രംഗം, അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് രംഗം. നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നും നമ്മുടെ കൈകളിലെത്താൻ നിരവധി പടവുകളിൽ കയറിയിറങ്ങി അവിടെ എല്ലാം വസൂലാക്കുന്ന അധിക ചെലവെല്ലാം കയറിയിട്ടാണ്, ആ ഭാരവും പേറിയിട്ടാണ് യഥാർത്ഥ ഗുണഭോക്താവിനെ തേടി ഉൽപ്പന്നങ്ങൾ വരുന്നത്. ആ സന്ദർഭം നമുക്കറിയാം, യഥാർത്ഥ ഉൽപ്പന്നത്തിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാൾ എത്രയോ അധികം വിലയാണ് ഒരു ഉപഭോക്താവ് നൽകേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ യഥാർത്ഥ വിലയ്ക്ക് ശരിയായ ഗുണപരിധിയോടുകൂടി എല്ലാ ഉൽപ്പന്നങ്ങളും തങ്ങളുടെ കൈകളിൽ കിട്ടുമായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുക സ്വാഭാവികമാണ്. ജനമനസ്സറിഞ്ഞ് ആ അർത്ഥത്തിൽ ഒരു പുതിയ വിപണന സമ്പ്രദായം ലോകത്ത് ആവിർഭവിച്ചിരിക്കുകയാണ്. ഏതാണ്ട് അതൊരു വൈദ്യുതി പ്രവാഹം പോലെ അങ്ങനെ പടർന്നു പിടിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും അത് വലിയ മഹാപ്രസ്ഥാനമായി മാറും എന്നാരെങ്കിലും കരുതിയിരുന്നോ എന്നെനിക്കറിയില്ല. ഏതായാലും മാസങ്ങൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് നമുക്കറിയാം ഈ രംഗത്തെ പ്രവർത്തകനാണോ ഇദ്ദേഹം എന്ന് ചോദിച്ചാൽ മറുപടി നമുക്ക് കിട്ടുമായിരുന്നില്ല. പക്ഷെ പ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറയാൻ ഭയമാണ്, പുറത്തറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏതാണ്ട് എന്തിനാ നഷ്ടപ്പെട്ടതുപോലെ വല്ലാത്തൊരു ഒറ്റപ്പെടലിന്റെ അങ്ങേയറ്റത്തെ വല്ലാത്തൊരു അന്തരീക്ഷമാണ്, മാനസികാവസ്ഥയാണ് ആ രംഗത്തുണ്ടായിരുന്നവർ. ഇന്ന് യഥാർത്ഥ ഗുണഭോക്താവിനെ ഉപഭോക്താവ് ആഗ്രഹിക്കുന്ന ആ ഗുണമേന്മയോടെ ആ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയും എന്ന വലിയ പ്രതീക്ഷയാണ് മൾട്ടി മാർക്കറ്റിംഗ് രംഗം, നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് രംഗം ജനങ്ങൾക്ക് ഇന്ന് സമർപ്പിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് വലിയ പ്രാധാന്യവും പ്രസക്തിയും കടന്നു വരികയാണ്. ലോകവ്യാപകമായി കോടിക്കണക്കായ യുവതി യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രംഗത്തേക്ക് ഒരു ജീവിതമാർഗം എന്ന രൂപേണ കടന്നു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വരുന്ന ശരിയായ സെല്ലർമാർ, അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന യഥാർത്ഥ ശരിയുടെ വഴി തേടുന്ന കമ്പനികൾ, അവർക്കൊക്കെ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ നാളുകളിൽ ഒട്ടേറെ വിലങ്ങുതടികൾ, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പുതിയ കച്ചവട തന്ത്രം ഇടനിലക്കാരനില്ലാതെ ഉത്പാദകരിൽ നിന്നും
നേരിട്ട് ഉപഭോക്താവിലേക്ക് മാർക്കറ്റുകളോ അല്ലെങ്കിൽ കമ്പോളങ്ങളോ എന്നതിന് പകരം തന്റെ വീടോ തന്റെ ഓഫീസോ താൻ ചെന്നുചേരുന്ന സ്ഥലമോ അതൊക്കെയായി പ്രദർശിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥ ഉൽപ്പന്നങ്ങൾക്ക് അതുവഴി ഉപഭോക്താവിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പടവുകൾ കയറി ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന അധിക ചെലവുകളും അതിൻ്റെതായ മൂലധന ചെലവിൽ ഉണ്ടാകുന്ന ലാഭഭോഗത്തിന്റെ തിരികിട്ടിയും അതൊന്നുമില്ലാത്ത ഒരു പുതിയ കച്ചവട സമ്പ്രദായം ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഡയറക്ട് മാർക്കറ്റ് സെല്ലിംഗ്, അതുപോലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതുകൊണ്ടായിരിക്കണം അതിലേക്ക് ആയിരക്കണക്കായ ആളുകൾ ആകർഷിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് അതിലേക്ക് ഒട്ടേറെ ഉപഭോക്താക്കൾ വന്ന് വീഴുന്നത്. ഉപഭോക്താക്കൾ അതിനെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മൾ കാണുകയാണ് ഈ രംഗത്ത് വേണ്ടത്ര ഗൗരവതരമായ സമീപനത്തോടെ ഒരു നിയമത്തിന്റെ പരിരക്ഷയില്ലാത്തതുകൊണ്ട്, ഒരു നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് ഈ സംവിധാനം പ്രവർത്തിക്കാത്തതുകൊണ്ട് ഒട്ടേറെ കുബിത്തികളും അതിന്റെ അടിസ്ഥാനത്തെ ക്രമക്കേടുകളും വഞ്ചനയും ചൂഷണവും ഒക്കെ ഈ രംഗത്ത് നടമാടിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും ഓരോരോ ഉദാഹരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാവും. അതുണ്ടാക്കിയ പൊല്ലാപ്പും ചില്ലറ എന്നുമല്ല, ഏതാനും ചില ആളുകൾ അല്ലെങ്കിൽ ചില കമ്പനികൾ വഴിവിട്ട മാർഗത്തിലൂടെ ശരിയായ രൂപത്തിലെല്ലാം നടത്തിയ പ്രവർത്തനങ്ങൾ, ശരിയുടെ വഴി മാത്രം സ്വീകരിച്ചു പോയ കമ്പനികളെയും ആയിരക്കണക്കായ അതിന്റെ പ്രവർത്തകരെയും അങ്ങേയറ്റം ദുരിതത്തിലാഴ്ത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ആ രംഗത്തെ ആളുകൾക്ക് ഒരുമിച്ചിരുന്ന ആശയവിനിമയം നടത്താൻ പോലും ഇവിടെ അനുവാദം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് അവർ കടന്നുപോയത്. അതുകൊണ്ട് തന്നെയാണ് ആര് ചോദിച്ചാലും ഞാൻ മൾട്ടി മാർക്കറ്റിംഗിന്റെ ആളല്ല, അല്ലെങ്കിൽ ഞാൻ ഡയറക്ട് സെൽ വിഭാഗത്തിന്റെ ആളല്ല എന്ന് പറയാൻ പോലും അവർ സന്നദ്ധരാകേണ്ടി വന്നത്. അത്രയേറെ വില കൊടുത്ത് പ്രയാസങ്ങൾ അനുഭവിച്ച് കടന്നു പോകുന്ന നാടുകൾ, അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ, ആ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ ഒരു വിജ്ഞാപനം നാം കണ്ടു. അതിൽ ഇത്തരം കച്ചവട രീതികൾക്ക് ഒരു നിയമത്തിന്റേതായ പരിരക്ഷ, ആ പരിരക്ഷ ഉണ്ടാകുന്നതോടൊപ്പം സംസ്ഥാനങ്ങൾ അതിന്റെ ചൂട് പിടിച്ച് മാർഗരേഖ ഉണ്ടാവണം. അവിടെ ഈ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ടാവണം. കേന്ദ്ര മാർഗരേഖയിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടത്. അത് എല്ലാ അർത്ഥത്തിലും ചെവിക്കൊണ്ടതും കേട്ടതും മനസ്സേറ്റിയതും ഇവിടെ നമ്മുടെ ഈ സംസ്ഥാനത്താണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്, അതിനേക്കാളേറെ ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു മാർഗരേഖ അവതരിപ്പിക്കാനും ഒരു നിരീക്ഷണ സംവിധാനം ഒരുക്കാനും ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് മുൻകൈയെടുത്തു. അതിനെല്ലാ പിന്തുണയും ഞാൻ നിങ്ങളിൽ നിന്നും അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇവിടെ ഈ നിരീക്ഷണ സംവിധാനവും ഈ മാർഗരേഖയും പ്രകാശനം ചെയ്തു കഴിയുമ്പോൾ നിയമത്തിന്റെ ആ ചട്ടക്കൂടിനകത്ത് നിന്ന് പ്രവർത്തിക്കേണ്ടത് എങ്ങനെ എന്ന് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ആ ശരിയുടെ വഴി തേടി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ നിയമ സംരക്ഷണവും നമ്മുടെ ഉപഭോക്താവ് അവർ എല്ലാ അർത്ഥത്തിലും സംരക്ഷിതരാവണം. അവർ ഒരു സന്ദർഭത്തിൽ പോലും വഞ്ചിതരാവരുത്. അവരെ ചൂഷണം ചെയ്യാൻ ഒരിക്കൽ പോലും അനുവദിച്ചുകൂടാ. അതുപോലെ തന്നെയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സെല്ലർമാർ. അവരുടെ താല്പര്യങ്ങളും നിയമപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടതും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ രംഗത്ത് ശരിയുടെ വഴി മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന കമ്പനികൾ. അവയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, സംരക്ഷിക്കേണ്ടതും നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഈ മൂന്ന് തലങ്ങളുടെയും ആ സംരക്ഷണമെല്ലാം കണ്ടുകൊണ്ടാണ് സംസ്ഥാനത്ത് കേന്ദ്രത്തിന്റെ വിജ്ഞാപനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു മാർഗരേഖയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് അതിന് ഒട്ടേറെ പടവുകളുടെ ചർച്ചകൾ ആവശ്യമായി വന്നു. ഒട്ടേറെ ആളുകൾ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ആ അഭിപ്രായങ്ങളെല്ലാം സമന്വയിച്ചുകൊണ്ട് അതിന് വ്യക്തമായൊരു മാനദണ്ഡം ഒരുക്കാൻ സംസ്ഥാനത്തെ ഉപഭോക്തൃകാര്യ വകുപ്പ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെ, പിന്തുണയോടെ ഇവിടെ തീർച്ചയായും സാഫല്യത്തിൽ വരുത്തുകയുണ്ടായി. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, കള്ളവും വഞ്ചനയും അഴിമതിയും അതൊക്കെ കൈമുതലാക്കിയിട്ടുള്ള
കള്ള കമ്പനികൾക്ക് പുറത്തേക്കാണ് വഴി. അവർക്കൊരിക്കലും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്തോ ഡയറക്ട് സെല്ലിംഗ് രംഗത്തോ സ്ഥാനമുണ്ടാവില്ല. എന്നാൽ ശരിയുടെ വഴിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് അതിനോടനുബന്ധമായി നിലകൊള്ളുന്ന ആയിരക്കണക്കായ പതിനായിരക്കണക്കായ സെല്ലർമാർക്ക് എല്ലാ സംരക്ഷണവും ഈ നിയമത്തിന്റെ പ്രദേശത്തിൽ അങ്ങനെ ഒരു പുതിയ കച്ചവട രംഗത്ത് ഒരു പുതിയ യുഗം ഇവിടെ ആരംഭിക്കുകയാണ്. അത് ഈ ചെറിയ സംസ്ഥാനത്ത് നിന്ന് നമുക്ക് ആരംഭിക്കാം. അതിന് നിങ്ങളുടെ മുഴുവൻ പേരുടെയും പിന്തുണയുണ്ടാവണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ ചടങ്ങ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം.